കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസും സിപിഐഎമ്മും. പരാമർശം വളച്ചൊടിച്ചു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതേസമയം ഇതുവരെയും പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടേത് അടക്കമുള്ള പ്രതികരണങ്ങൾ പുറത്തുവരുമ്പോൾ ഈ പരാമർശം നടത്തിയ കേന്ദ്രമന്ത്രിക്ക് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമായി പുറത്തു വന്നിട്ടുള്ളത്. വലിയ വിമർശനം ആണ് ഇപ്പോഴും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ഉയരുന്നത്. തന്റെ പരാമർശം വളച്ചൊടിച്ചു എന്ന് മന്ത്രി പറയുമ്പോൾ പോലും പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ ഒന്നും ഈ വിഷയത്തിൽ ഇപ്പോഴും പ്രതികരിക്കുന്നില്ല. മൗനം തുടരുക തന്നെയാണ്. മന്ത്രി നടത്തിയ പരാമർശത്തിലേക്ക് ഒരിക്കൽ കൂടി ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസം ഉണ്ടാവും. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഈ പരാമർശത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളും സിപിഐഎം നേതാക്കളും ഒക്കെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. മാത്രവുമല്ല, മത സാമുദായിക സംഘടനകൾ, ദളിത് വിഭാഗങ്ങളിലെ നേതാക്കൾ അടക്കമുള്ളവർ വലിയ വിമർശനമാണ് വിഷയത്തിൽ ഉന്നയിക്കുന്നത്. അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പരാമർശം നടത്തിയ കേന്ദ്രമന്ത്രിക്ക് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്ന് തന്നെയാണ്. അപ്പോഴും നേതൃത്വം മൗനം തുടരുകയാണ്. ഇതുവരെയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. മന്ത്രിയെ ന്യായീകരിക്കുക എന്നത് പ്രയാസകരമാണ് എന്നുള്ളതാണോ നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ? അഭിലാഷ്, ഉന്നത കുല ജാതിയോടുള്ള സുരേഷ് ഗോപിയുടെ മമത ഇതാദ്യമല്ല. അദ്ദേഹം തന്നെ അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്നൊരു മോഹം നേരത്തെ പറഞ്ഞതാണ്. ഏതായാലും ഇപ്പോൾ അങ്ങനെയല്ല അദ്ദേഹം പറയുമ്പോഴും ഉന്നത കുല ജാതർക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്നൊരു സൂചനയാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാക്കുകളിലുള്ളത്. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. സംസ്ഥാനത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടത് വലത് മുന്നണികൾ സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ബിനോയ് വിശ്വം സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. സംസ്ഥാന വ്യാപകമായി ഈ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രചരണം സംഘടിപ്പിക്കാൻ, പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനും സിപിഐ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം നമ്മൾ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നതാണ്. പക്ഷേ ഇതുവരെ സുരേഷ് ഗോപിയെ അനുകൂലിച്ചോ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞോ ബിജെപി നേതൃത്വം രംഗത്ത് വന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാകാം ഒരുപക്ഷെ ബിജെപി കാണുന്നെങ്കിലും അതുണ്ടാക്കുന്ന ഒരു പൊതുവിൽ ബിജെപിക്കെതിരെ ഉയരുന്ന ഒരു വിമർശനമുണ്ട്. അത് മാറ്റാൻ പോലും ബിജെപി നേതൃത്വം ഇതിൽ ഇടപെട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സുരേഷ് ഗോപി തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. അദ്ദേഹം മലക്കമറിഞ്ഞു. അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചതല്ല, വളച്ചൊടിക്കുകയായിരുന്നു എന്റെ പ്രസ്താവന. പക്ഷേ ആ പ്രസംഗം കേൾക്കുന്ന ആർക്കും എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതുമാണ്. ഏതായാലും ഇതിൽ ബിജെപിയുടെ പ്രതികരണം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിന് നിർണായകമായി തീരുക. സുരേഷ് ഗോപി ആ പ്രസ്താവന പിൻവലിച്ചാലും അത് ഇതിനകം തന്നെ വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു. അത് ബിജെപിക്കെതിരെ കൂടിയാണ് ഇപ്പോൾ ഇടതുമുന്നണിയും UDFും ആയുധമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിജെപി നേതൃത്വം മറുപടി പറയേണ്ടി വരും. അധികം വൈകാതെ അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും സുരേഷ് ഗോപി വീണ്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ ബിജെപിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ് ബിജെപിക്ക് സൃഷ്ടിക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പരാമർശങ്ങൾ ആദ്യത്തേതല്ല. നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരുന്നു ബ്രാഹ്മണനായി ജനിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇത്തരം പരാമർശങ്ങളിലുമെല്ലാം പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അരുൺ, ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് എന്ന മാറ്റമുണ്ട്. നേരത്തെ നമുക്കറിയാം MP ആയിരുന്നു, അതിനുശേഷം ലോക്സഭയിലേക്ക് MP ആയി എത്തുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പദവി അദ്ദേഹം വഹിക്കുന്നുണ്ട്. അപ്പോൾ പദവികൾ വഹിക്കുന്നവർ അവരുടെ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇവിടെ സുരേഷ് ഗോപി പറയുന്നത് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു, താൻ സതുദ്ദേശത്തോടെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളുണ്ടല്ലോ, ഉന്നത കുലജാതർ എന്ന പ്രയോഗം, ആ പ്രയോഗം തന്നെ തെറ്റാണ് എന്നുള്ളതാണല്ലോ വസ്തുത. അപ്പോൾ അത് തിരുത്തി പറയാൻ മന്ത്രി തയ്യാറാകേണ്ടതുണ്ട്, പാർട്ടി തയ്യാറാകേണ്ടതുണ്ട്. അതാണല്ലോ ഇപ്പോൾ ബിജെപി നേരിടുന്ന പ്രതിസന്ധി.
തീർച്ചയായിട്ടും ഉന്നതകുല ജാതകർക്ക് എന്തോ പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ, SC/ST അങ്ങനെ സമുദായത്തിൽപ്പെട്ടവർ ഗോത്രവർഗ്ഗക്കാരുടെ മന്ത്രിയായാൽ അവർക്ക് എന്തോ കുറവുണ്ട്, അവർക്ക് എന്തോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിക്കുറവുണ്ട് എന്ന ഒരു ദുസ്സൂചനയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഉള്ളത് എന്ന് വ്യക്തമാണ്. അദ്ദേഹം വളച്ചൊടിച്ചു എന്ന് പറയുമ്പോഴും അത് കേൾക്കുന്ന മലയാളം അറിയാവുന്ന ആർക്കും മനസ്സിലാകുന്നത് അത്തരത്തിൽ തന്നെയാണ്. അവിടെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. എന്താണ് പ്രത്യേകതയാണ് ഭൗതികപരമായി അല്ലെങ്കിൽ തൊഴിൽപരമായി ഒക്കെ എന്ത് പ്രത്യേകതയാണ് ഉന്നതകുല ജാതർക്ക് ഉള്ളതും താഴ്ന്ന ജാതിയിലുള്ള ഗോത്രവർഗത്തിലുള്ളവർക്കും ഇല്ലാത്തതെന്ന ചോദ്യമാണ്. നമുക്കറിയാം കാലങ്ങളായി അത്തരത്തിൽ ഉള്ള ഉച്ചനീചത്വങ്ങളുണ്ട്. അതൊക്കെ മറികടന്ന് ഈ പിന്നാക്കത്ത് നിൽക്കുന്നവരെ കൂടി മുന്നോട്ട് കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ മാറ്റി നിർത്തി ഉന്നതകുല ജാതർ വന്നാൽ മാത്രമേ ഈ താഴ്ന്ന ജാതിക്കാർ ഗോത്രവർഗ്ഗക്കാർക്ക് മുന്നേറ്റമുണ്ടാകൂ, അവർക്ക് മുന്നേറാൻ സാധിക്കൂ എന്ന ഒരു കേന്ദ്രമന്ത്രി, ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ അത് വലിയ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അതാണ് സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉയരാൻ കാരണം. അദ്ദേഹത്തിന്റെ അപകടം അദ്ദേഹവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ ആ പ്രസ്താവന തിരുത്തുകയും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് വളച്ചൊടിക്കുകയായിരുന്ന നിലപാടിലേക്ക് മാറുകയും ചെയ്തു. പക്ഷെ അതുണ്ടാക്കുന്ന ഈ ഒരു ഇമ്പാക്ട് ഇതിനകം തന്നെ വിവാദമായാലും അല്ലെങ്കിൽ അത് സാമൂഹ്യമായി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു മോശം ഫീലിംഗ് ആയാലും അത് ഇതിനകം തന്നെ അത് ശക്തമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നതും BJP അപ്പോഴും മൗനം തുടരുന്നതും. BJP നേതാക്കൾ എത്തരത്തിൽ ഇത് ന്യായീകരിക്കും? സുരേഷ് ഗോപിയെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയാകാം ഒരുപക്ഷെ BJP നേതൃത്വത്തിനുള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പിന്നാക്ക സമുദായത്തിലുള്ള ആളുകളെ കൂടി ഒപ്പം നിർത്താൻ BJP ശ്രമങ്ങൾ നടത്തുകയാണ്. ആ ആളുകളെ കൂടി ഒപ്പം ചേർത്താൽ മാത്രമേ സംസ്ഥാനത്ത് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയൂവെന്ന് അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ BJP രാഷ്ട്രീയമായ നീക്കം നടത്തുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായ കേന്ദ്രമന്ത്രി തൃശൂരിൽ നിന്ന് MP ആയ BJPക്ക് ആദ്യമായി ലോക്സഭയിലേക്ക് സംസ്ഥാനത്ത് ഒരു അക്കൗണ്ട് തുറന്നു കൊടുത്ത ആ MPയുടെ ഭാഗത്തുണ്ടായ ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയമായി കൂടി തിരിച്ചടിയാകുമെന്ന ആശങ്ക BJPക്കുണ്ട്. അതുകൊണ്ട് കൂടിയാകാം അവർ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ആ രീതിയിൽ ചേർത്ത് നിർത്താനോ തയ്യാറാകാത്തത്. കുറച്ചുകൂടി ചിന്തിച്ച ശേഷമുള്ള പ്രതികരണം മതി എന്ന നിലപാടിലേക്ക് BJP മാറുന്നത്. അതുകൊണ്ടാണ് അതിന്റെ രാഷ്ട്രീയ തിരിച്ചടി BJP കാര്യമായി കണക്കിലെടുക്കുന്നുണ്ടെന്ന് തന്നെ വ്യക്തമാണ്. അതേസമയം ഇതൊരു BJPക്കെതിരെ BJPയുടെ സമീപനങ്ങൾ എങ്ങനെയാണ് താഴ്ന്ന ജാതിക്കാരോട് ഗോത്രവർഗ്ഗക്കാരോട് പിന്നാക്കം നിൽക്കുന്ന നിരഭാഗത്തോട് BJPയുടെ സമീപനം ഇതാണ് എന്ന് സ്ഥാപിക്കാനാകും CPM-ഉം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF മുന്നണിയും ഇതിലൂടെ ശ്രമിക്കുക. CPI-യും ആ വിഷയമാണ് ചൂണ്ടിക്കാട്ടുന്നത്. മന്ത്രി V. ശിവൻകുട്ടി പ്രതികരണം അത്തരത്തിലുള്ളതാണ്. ഏതായാലും സുരേഷ് ഗോപി തിരുത്തി പറഞ്ഞിട്ടും ആ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. അതിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെയാണ് സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികളുടെ തീരുമാനം. അതാണ്, അതായത് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ആയിരുന്നു ഇത്തരത്തിലൊരു പരാമർശം സുരേഷ് ഗോപി നടത്തിയത്. എന്നാൽ പിന്നീട് സുരേഷ് ഗോപി പറയുന്നു തന്റെ വാക്കുകളെ വളച്ചൊടിക്കുകയാണ് ഉണ്ടായത്, താൻ സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. മാത്രവുമല്ല പിന്നോക്ക വിഭാഗങ്ങളുടെ മന്ത്രിയായി ഉന്നത കുലജാതർ വരണമെന്ന് പറയുമ്പോൾ മുന്നാക്ക വിഭാഗത്തിന്റെ മന്ത്രിയായി അല്ലെങ്കിൽ അവിടേക്ക് കീഴ്വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൂടി വരണം എന്നുകൂടി മന്ത്രി ചേർത്ത് വെച്ചിരുന്നു. പക്ഷേ ആരാണ് ഈ കീഴ്ജാതിക്കാർ അല്ലെങ്കിൽ മേൽജാതിക്കാർ എന്ന ചോദ്യം ആണ് ഉന്നയിക്കപ്പെടുന്നത്. അദ്ദേഹം അത് പിന്നീട് തിരുത്തിപ്പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. ഇപ്പോൾ